ഫോറക്സ് ട്രേഡിംഗ് സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോറക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യപ്പെടുന്നില്ല, അത് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് 24 hours ആയതുകൊണ്ട് തന്നെയാണ്. കാരണം പലര് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം, കോളേജിൽ പോകുന്നവരുണ്ടായിരിക്കാം, എന്തെങ്കിലും കാരണം കൊണ്ട് ഫുൾ ടൈമിൽ 9 to 6 ഇരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കൊണ്ട് എല്ലാവരും ഇന്ത്യൻ മാർക്കറ്റ് മാറ്റി നിർത്തുന്നു. എന്നാൽ ഈ 24 hours ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് ട്രേഡ് ചെയ്യാനായിട്ട്, ഇല്ല ഇതിന്റെ സെഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ദിസ് ഈസ് മീ ആര്യൻ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. വെൽ, നമ്മൾ മെയിൻലി നോക്കുമ്പോൾ ഫോറക്സിലേക്ക് നമ്മൾ വരുമ്പോൾ 4 സെഷൻസ് ആണ് ഉള്ളത്. ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, ടോക്കിയോ സെഷൻ ആൻഡ് സിഡ്നി സെഷൻ. എന്നാൽ ഈ സെഷൻസിൽ ഏറ്റവും പ്രൈം സെഷൻ ഏതാണ്, ഇല്ലെങ്കിൽ ഏതൊക്കെ ഈ ഒരു സെഷൻ ഓപ്പൺ ആകുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം മാർക്കറ്റ് മെയിൻലി മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നേരെ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെയിൻലി 4 സെഷൻസ് ആണുള്ളത്. ഒന്ന് ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് ആൻഡ് സിഡ്നി എന്ന് പറയും. അപ്പോൾ ടോക്കിയോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ടൈം 5:30 മുതൽ 2:30 വരെയാണ് നമുക്കുള്ളത്. രാവിലെ 5:30 മുതൽ 2:30 വരെയാണ്. വോള്യൂം കുറവാണ് ഈ സമയത്ത്, മൊത്തത്തിലുള്ളൊരു വോള്യൂം കുറവാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ 4 സിറ്റീസ്, അതായത് ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് ആൻഡ് സിഡ്നി എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നു, ബാക്കിയുള്ള സിറ്റീസ് എന്തുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല? ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് വോള്യൂം, ഇല്ലെങ്കിൽ ഈ 4 സിറ്റീസ് കമ്പൈൻ ചെയ്ത് തന്നെ ഫോറക്സിന്റെ ടോട്ടൽ വോള്യത്തിന്റെ 80% ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഈ 4 സിറ്റീസും. ലെറ്റ്സ് സേ ഫോറക്സിൽ $7.5 trillion ആണ് ഡെയിലി വോളിയം എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലണ്ടൻ സെഷൻ ആണ്. ഓൾമോസ്റ്റ് $3.4 trillion ആണ് ഡെയിലി ട്രേഡ് വോളിയം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ന്യൂയോർക്ക് സെഷൻ ഉണ്ട്, ദെൻ സിഡ്നി ആൻഡ് ടോക്കിയോ. അപ്പൊ എന്തുകൊണ്ട് ഈ 4 സിറ്റീസ്, ബാക്കിയുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല? ഈ പറയുന്ന ലണ്ടൻ, ന്യൂയോർക്ക്, സിഡ്നി ആൻഡ് ടോക്കിയോ എന്ന് പറയുന്നതിൽ ഫോറക്സ് ട്രേഡിങ്ങിന്റെ ടോട്ടൽ വോള്യത്തിന്റെ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ടോട്ടൽ ഒരു ഡെയിലി വോള്യം ഫോറക്സിന്റെ എന്ന് പറയുന്നത് $7.5 trillion ആണ്. അപ്പൊ ഈ $7.5 trillion 80% ഇവർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇവിടെയാണ് ഫോറക്സിലെ മെയിൻ പ്ലേയേഴ്സ് ലൈക്ക് JP Morgan ആൻഡ് സെൻട്രൽ ബാങ്ക്, ഇതെല്ലാം അടങ്ങുന്നത് ഈ സ്ഥലങ്ങളിലാണ്. അപ്പൊ പറഞ്ഞു വന്ന പോലെ ടോക്കിയോ സെഷൻ എന്ന് പറയുന്നത് രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് ഒരു 2:30 വരെയാണ് നമുക്ക് ടോക്കിയോ സെഷൻ എന്നുള്ളത്. ഇവിടെ വോളിയം നല്ല രീതിയിൽ കുറവാണ്. നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ രാവിലെ പല സമയങ്ങളിലും ഒരു മൊമെന്റം കാണാറില്ല. കാണുവാണെങ്കിൽ തന്നെ രാവിലെ ഒരു 9:30 മുതൽ 10:30 വരെ. പിന്നീട് കിട്ടിയില്ലെങ്കിൽ ഒരു 1:30 കഴിയുമ്പോഴാണ് നമുക്ക് ഒരു മൊമെന്റം കിട്ടുന്നത്. എനിവേ, അടുത്തത് ലണ്ടൻ സെഷൻ ഒരു 1:30 മുതൽ 10:30 വരെയാണ് നമ്മളുടെ ഇതിന്റെ സമയം. അതായത് ഇന്ത്യൻ സമയം 1:30 മുതൽ 10:30 വരെയാണ്. അപ്പൊ രാവിലെ എന്തായാലും നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർ പോയി നോക്കി നിന്ന് കഴിഞ്ഞാൽ വലിയ മൂവ്മെന്റ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല, കാരണം വോളിയം കുറവാണ്. ലണ്ടൻ സെഷൻ എന്ന് പറയുമ്പോൾ 1:30 തുടങ്ങും, 10:30 ഇത് നേരെ തീരുന്നത്. അപ്പൊ ഈ 1:30 തുടങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് നല്ലൊരു റാലി കാണാനായിട്ടുള്ള പ്രോബബിലിറ്റി നല്ല രീതിയിലുണ്ട്. ന്യൂയോർക്ക് സെഷൻ വൈകുന്നേരം 6:30 മുതൽ രാവിലെ വെളുപ്പിനെ 3:30 വരെയുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, ലണ്ടൻ സെഷൻ ന്യൂയോർക്ക് സെഷനോടെ കമ്പൈൻ ചെയ്താൽ എത്ര മണി വരെ ഉണ്ട്? ഉച്ചയ്ക്ക് 1:30 മുതൽ വെളുപ്പിനെ 3:30 വരെയുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇല്ലേ? പക്ഷെ എന്നാൽ ഇതിന് കോമൺ ആയിട്ടുള്ള ടൈം ഏതാണ്? 6:30 മുതൽ 10:30 വരെ. വൈകുന്നേരം 6:30 മുതൽ 10:30 വരെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്. വൈകുന്നേരം 6:30 മുതൽ 10:30 വരെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനുമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ട്രേഡ് ചെയ്യാനായിട്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നമുക്കറിയാം, കമ്മോഡിറ്റീസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിലൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഈ സമയത്ത് നമ്മൾ പറയും വൈകുന്നേരം 7 മണി കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? യുഎസിന്റെ ഡേറ്റാസ് ഉണ്ടായിരിക്കും, ഇതുപോലെ തന്നെ ഇൻവെന്ററി ഡേറ്റാസും നമുക്ക് ഔട്ട് ആവുന്നതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം വൈകുന്നേരം ഒരു 6:30 മുതൽ 10:30 വരെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സിഡ്നി ടൈം ഉണ്ട്, വെളുപ്പിനെ 3:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ. ഇതും ഓൾമോസ്റ്റ് സെയിം ടൈം നമുക്ക് വരുന്നുണ്ട്, കാരണം ഇവിടെ 2:30 വരെയാ. ബട്ട് എന്നാലും എന്നിരുന്നാലും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരം 6:30 മുതൽ 10:30 വരെയാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് 6 മണിക്ക് ഇരുന്ന് തുടങ്ങാം. അതില്ലെങ്കിൽ അവർക്ക് കോളേജിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് ഇരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ടോക്കിയോ സെഷനിൽ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെയർ ചെയ്യാൻ പറ്റുന്നത് USD JP
JPY, അടുത്തത് AUD USD. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പേയേഴ്സ്, ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പേയേഴ്സ്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നവരാണ് ലണ്ടനും ന്യൂയോർക്കും ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് EUR/USD ഏറ്റവും ബെസ്റ്റ്, EUR/USD ആണ് ഏറ്റവും ബെസ്റ്റ് പെയർ ട്രേഡ് ചെയ്യാനായിട്ട്. ഇൻ കേസ് ഓഫ് കറൻസീസ് അത്യാവശ്യം നല്ല വോളിയം ഉള്ള ഒരു പെയറാണ് EUR/USD എന്നുള്ളത്. GBP/USD നല്ലത് തന്നെയാണ്. USD CAD ആൻഡ് USD INR ഈ 4 എണ്ണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ഒരു 4 പേയേഴ്സിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോളിയം ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൊമെന്റും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഇന്ത്യൻ 24 hours ഫോറക്സ് സ്കെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ USD INR ലണ്ടൻ ടൈം ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. 6:30 മുതൽ 10:30 വരെയാണ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളത്. EUR/USD 6:30 മുതൽ 10:30 വരെ. GBP/USD 1:30 മുതൽ 6:30 വരെ വൈകുന്നേരം, ഉച്ച കഴിഞ്ഞ് നമുക്കൊരു വൈകുന്നേര സമയത്ത്. USD JPY 5:30 to 9:30 ഈ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാനെന്നൊരു വ്യക്തി ചെയ്യുമ്പോഴത്തേക്ക് കറൻസി പേസിൽ EUR/USD നമ്മൾ ലൈവിലിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം EUR/USD ഫോക്കസ്, ഇല്ലെങ്കിൽ ഗോൾഡ്, ഇല്ലെങ്കിൽ സിൽവർ. ഇതാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഏറ്റവും മെയിൻ റീസൺ 6:30 മുതൽ 10:30 വരെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഫോറക്സ് ട്രേഡ് ചെയ്യാനായിട്ട്. എന്താ റീസൺ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തുകൊണ്ടാണ്? ന്യൂയോർക്ക് സെഷനും, അതായത് ന്യൂയോർക്കിൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതും ലണ്ടനിൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ടൈമാണ് നമ്മൾ ഈ ന്യൂയോർക്ക് ഇല്ലെങ്കിൽ ലണ്ടൻ സെഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും അറ്റേ ടൈം ഓപ്പൺ ആയിട്ടിരിക്കുന്ന സെയിം സമയമാണ് ഈ 6:30 മുതൽ 10:30 എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലം ഏറ്റവും കൂടുതൽ വോളിയം നന്നായിട്ട് മാർക്കറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണിത്, റൈറ്റ്? അപ്പോൾ 70 to 80% ഡെയിലി മൊമെന്റ് ഉണ്ടാകുന്ന ഏത് സമയത്താണ്? 6:30 മുതൽ 10:30 വരെയാണ് ഡെയിലി നല്ല മൂവ്മെന്റ് ഉണ്ടാകുന്നത്. 70% മുതൽ 80% മൂവ്മെന്റ് ഉണ്ടാകുന്നത് ഇവിടെയാണ്, ഈ ഒരു സമയത്താണ് 6:30 മുതൽ 10:30 വരെയാണ്. രണ്ടാമത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് FISന്റെ ഫ്ലോസ് ഉണ്ടായിരിക്കും, US ഡേറ്റാസ് ഉണ്ടായിരിക്കും, ഇതുപോലെ തന്നെ ഇൻവെന്ററി ഡേറ്റാസ്, ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. വൈ ഇറ്റ്സ് പ്രിഫേർഡ് ഫോർ ഇന്ത്യ? എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? പോസ്റ്റ് വർക്ക് അവേഴ്സ് ആണ്. എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന ഒരു സമയമായിരിക്കാം. സൂപ്പർ ഗ്രേറ്റ് ഫാമിലി ഡിന്നർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലരും ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ US എക്കണോമി ഡേറ്റാസും കുറെ അധികം കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നതാണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഫോറക്സിന്റെ ടൈമിൽ ഫോറക്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈം ഏതൊക്കെയാണെന്നുള്ളതും സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണെന്നുള്ളത്. എന്തുകൊണ്ട് ദുബായ് സെഷൻ കൺസിഡർ ചെയ്തില്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സിംഗപ്പൂർ സെഷൻ കൺസിഡർ ചെയ്തില്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഹോങ്കോങ് സെഷൻ കൺസിഡർ ചെയ്തില്ല, ഇല്ലെങ്കിൽ നമ്മളുടെ മുംബൈ, റൈറ്റ്, എന്തുകൊണ്ട് കൺസിഡർ ചെയ്യില്ല? മുംബൈയിലൊക്കെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വെറും $50 billion മാത്രമാണ്. ദുബായ് ആണെങ്കിലും ഐ ബിലീവ് $150 billion, ഹോങ്കോങ് ഓൾമോസ്റ്റ് ലൈക്ക് $300 billion ആണ്. സോ മറ്റേതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ്.